കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയ തീരത്തുള്ള ദ്വീപസമൂഹമാണ് സാൻസിബാർ. മനോഹരമായ കടൽ തീരമാണ് ഇവിടുത്തെ പ്രത്യേകത. വിദേശ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണിത്. സാൻസിബാറിൽ നിന്ന് ഹസീബ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമാണ് സാൻസിബാർ ദ്വീപ സമൂഹത്തിനുള്ളത്. സഹസ്രാബ്ദങ്ങളായി ജനവാസമുള്ള ഇവിടുത്തെ ദ്വീപുകളിൽ പേർഷ്യക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ എന്നിവരുൾപ്പെടെ നിരവധി വ്യത്യസ്ത നാഗരികതകൾ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈവിധ്യം നിറഞ്ഞ നാഗരികതയാണ് ഈ പ്രദേശത്തുള്ളത്. സ്വഹീലി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ അറബിയും ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയാണ്. അതിപുരാതന കാലം മുതൽ ആഫ്രിക്ക, അറേബ്യ, ഇന്ത്യ എന്നീ പ്രദേശങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് വികസിച്ച സ്വഹീലി സംസ്കാരം സാൻസിബാറിന്റെ ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. സാൻസിബാറിൽ അറബ് ആധിപത്യമുള്ള സർക്കാരിനെ അട്ടിമറിച്ച് 1964 സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിച്ചു. ഇന്ന് സാൻസിബാർ ടാൻസാനിയക്കുള്ളിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ്. സാൻസിബാറിന്റെ ചരിത്ര ഹൃദയമായ സ്റ്റോൺ ടൗൺ, പഴയ കോട്ട, അത്ഭുതങ്ങളുടെ വീട്, ഫൊറോദാനി ഉദ്യാനം എന്നിവ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. സ്പൈസ് ടൂറും ജോസാനി ഫോറസ്റ്റും സുഗന്ധവ്യഞ്ജനങ്ങളെയും ഔഷധ സസ്യങ്ങളെയും അറിയാനുള്ള ഇടങ്ങളാണ്. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലുതും കുപ്രസിദ്ധവുമായ ഒന്നായിരുന്നു സാൻസിബാർ അടിമ വിപണി. 1873 ബ്രിട്ടീഷ് സർക്കാർ സാൻസിബാർ സുൽത്താനെ ദ്വീപുകളിലെ അടിമക്കച്ചവടം നിർത്തലാക്കാൻ നിർബന്ധിച്ചു. എന്നിരുന്നാലും അടിമത്വം ഔദ്യോഗികമായി നിർത്തലാക്കിയ ശേഷവും വർഷങ്ങളോളം സാൻസിബാറിൽ തുടർന്നു. അടിമകളുടെ സ്മരണയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് സമർപ്പിച്ച നിരവധി മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ഇവിടെ കാണാം. ടാൻസാനിയയിലെ മിക്കുമി വനത്തിലേക്കുള്ള യാത്ര സാഹസിക നിറഞ്ഞതാണ്. എന്നാൽ അനായാസം വനത്തിൽ എത്തിച്ചേരാൻ വിമാനത്താവളം സ്ഥാപിച്ചത് സന്ദർശകർക്ക് ആശ്വാസമാണ്. സാൻസിബാറിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിലാണ് സന്ദർശകരെ വനത്തിലെത്തിക്കുന്നത്. മിക്കുമി ഫോറസ്റ്റിലെ മറ്റൊരു കാഴ്ച ഗെയിം ഡ്രൈവ് ആണ്. സിംഹങ്ങൾ, ആനകൾ, സീബ്രകൾ, പുള്ളിപ്പുലികൾ വരെ സന്ദർശകർക്ക് ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ചില വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ കഴിയും. പ്രിസൺ ദ്വീപിലേക്കുള്ള യാത്രയും സൂര്യാസ്തമന ക്രൂയിസും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മനോഹരമായ ബീച്ചുകളും ഇവിടുത്തെ വിസ്മയ കാഴ്ചകളാണ്. വെള്ളത്തിനടിയിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള ഡൈവിങ്ങിനും അവസരം ഉണ്ട്. ഉത്സവ പ്രതീതി സൃഷ്ടിക്കുന്ന കടൽ തീരത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കൗതുക കാഴ്ചകളും ഇവിടെ കാണാം. സാൻസിബാറിലെ മലിന്തി പോർട്ടിൽ നിന്നും ക്യാമറാമാൻ നൌഷാദ് ആലംബത്തിനൊപ്പം ലൈവ് മീഡിയയ്ക്ക് വേണ്ടി ഹസീബ് മുഹമ്മദ്.